ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും KG ടൈംസ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ എല്ലാവർക്കും രേണുസുധിയുടെ ഇഷ്യൂവിനെ പറ്റി നമ്മളൊരു ഇപ്പോഴത്തെ ഗോസിപ്പുകളെ പറ്റി നമ്മുടെ ഒരു ഒപ്പീനിയൻ ഞങ്ങളൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും അത് കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണുക. എൻ്റെ വീഡിയോസും നമ്മൾ റീസെൻ്റ്ലി അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ അത് കാണുക. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ഇന്ന ഒരു ടോപ്പിക്ക് നമ്മൾ സംസാരിക്കാൻ പറ്റുന്നത്, എല്ലാവർക്കും അറിയാം ആങ്കർ ലക്ഷ്മി നക്ഷത്രയെ പറ്റി. നമ്മുടെ സ്റ്റാർ മാജിക് പരിപാടിയിലൂടെ ഭയങ്കര ഫേമസ് ആയ ഒരു അവതാരികയാണ്. അവരുടെ പ്രോഗ്രാം സ്റ്റാർ മാജിക് ആദ്യം എല്ലാവർക്കും നല്ലൊരു പ്രേക്ഷക പിന്തുണയൊക്കെ കിട്ടിയിരുന്നുണ്ട്. നല്ല കോമഡിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നീട് അത് ബോഡി ഷെയ്മിങ് അങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പ്രേക്ഷകരുടെ വ്യൂവേഴ്സിന്റെ എണ്ണം കുറഞ്ഞു വന്നു. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് അതിലൂടെയാണ് കൊല്ലം സുധി കുറച്ചും കൂടി ഒന്ന് ഫേമസ് ആയത്. കൊല്ലം സുധി എന്ന നടന്റെ കഴിവുകളും കാര്യങ്ങളും എല്ലാം നമ്മൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിയത് ആ ഒരു പ്രോഗ്രാമിലൂടെയാണ്. അപ്പൊ ലക്ഷ്മി നക്ഷത്ര കൊല്ലം സുധിയുടെ ഫാമിലി ആയിട്ട് നല്ലൊരു അടുപ്പായിരുന്നു. അപ്പം കൊല്ലം സുധി മരിച്ചതിന് ശേഷം അവരുടെ ഇഷ്ടം പോലെ വീഡിയോസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ ഫാമിലി ആയിട്ട് ചേർന്നിട്ടുള്ള ഓരോരോ വിഷമങ്ങളും അല്ലാതുള്ള വീഡിയോസ് ഒക്കെ വന്നിട്ടുണ്ട്. അതിന്റെ നിറയെ ഗോസിപ്പുകളും പ്രശ്നങ്ങളും വിവാദങ്ങളൊക്കെ അത് വരാനുള്ളൊരു കാര്യം എന്താന്ന് വെച്ചാല്, ഒരു പരിധിയിൽ കൂടുതലുള്ള വീഡിയോ മുതലെടുപ്പായിട്ട് തോന്നിയപ്പോഴാണ് ഇങ്ങനെ ഒരു രീതിയിൽ ഇങ്ങനെ എല്ലാവരും പറയാൻ തുടങ്ങിയത്. ഇത് മുതലെടുക്കാണ്, കണ്ടന്റിന് വേണ്ടി ചെയ്യാണ്. കാരണം നമുക്ക് ഒരാളെ ജെനുവിൻ ആയിട്ട് അവരെ സഹായിക്കണമെന്നുണ്ടെങ്കിലോ അവർക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം വീഡിയോ എടുക്കാതെ ചെയ്യാം. ഇനിയിപ്പം മറ്റുള്ളവരിലേക്ക് ഇത് എത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പൊ ഒരു പെർഫ്യൂമിന്റെ കാര്യത്തിൽ തന്നെ ഈ സുധിചേട്ടൻ മരിച്ച സമയത്തുള്ള ആ ഒരു സ്മെല്ല് പെർഫ്യൂം ആക്കി രേണു വേണമെന്ന് പറഞ്ഞത് കൊണ്ട് ചെയ്തു കൊടുത്തു എന്ന് പറഞ്ഞ്, അപ്പൊ അത് ഭയങ്കരമായ രീതിയിൽ കുറച്ചു പേര് വിവാദം ഒക്കെ ആയി വന്ന സമയത്ത് കണ്ടന്റിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞപ്പോൾ ലക്ഷ്മി നക്ഷത്രം വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, ഇത് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് പലർക്കും അറിയത്തില്ല, അപ്പൊ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു വീഡിയോസ് ഇങ്ങനെയുള്ള തുടർന്നുള്ള വീഡിയോസ് കാണുകയാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്ന് പറയുന്നത് 6-7 8-9 വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര സാഡ് ആയിട്ടുള്ള BGM ഒക്കെ ഇട്ടിട്ട് ഭയങ്കര ഒരു സിനിമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ ഒരു മിനി എന്താ പറയുക, ഒരു ഷോർട്ട് ഫിലിം എന്ന് വേണമെങ്കിൽ പറയട്ടോ. ആ രീതിയിൽ ആ ഒരു ഡ്യൂറേഷനിലുള്ള രീതിയിൽ ഭയങ്കരമായ എഡിറ്റിംഗ് ഒക്കെ നടത്തി ഭയങ്കരമായിട്ടുള്ള BGM സാഡ് BGM ഒക്കെ കൊടുത്ത് ആൾക്കാരിലേക്ക് എത്തുന്ന രീതിയിൽ വീഡിയോസ് ഒക്കെ ചെയ്തു. അതിനൊക്കെ മില്യൺ വ്യൂസ് ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല അങ്ങനെ ചെയ്ത സമയത്ത് കുറെ പേര് ഇത് എന്തിനാണ് ഇങ്ങനെ കണ്ടന്റ് ആക്കണേ എന്ന് ചോദിച്ചപ്പോ ഞങ്ങളുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ അപ്പൊ നമുക്കൊന്നും തോന്നിയില്ല. കാരണം എന്തെന്ന് വെച്ചാല് അവര് ഒക്കെ ഈ ഫിലിം ഫീൽഡിലുള്ളവരാണ്. അവർക്ക് പ്രത്യേകമായിട്ടുള്ള എഡിറ്റേഴ്സും കാര്യങ്ങളും ഒക്കെ കാണും. അപ്പൊ അവര് ഒരു കാര്യം ആൾക്കാരിലേക്ക് കൂടുതൽ എത്തിക്കാൻ അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ അത് നിൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സാഡ് BGM ഒക്കെ കൊടുത്തിട്ട് ചെയ്യും. അത് നോർമലായിട്ടേ നമുക്ക് തോന്നിയിട്ടുള്ളൂ. പക്ഷേ ഇപ്പൊ ഉണ്ടായ ഒരു സംഭവത്തിലാണ് നമുക്ക് ഇവരെന്ത് പ്രവർത്തനമാണ് ഈ ചെയ്യുന്നതെന്ന് ഞങ്ങൾക്ക് തോന്നിയത് കേട്ടോ. അതായത് ഇപ്പം ഈ രേണു സുധിയുടെ ഇഷ്ടംപോലെ വീഡിയോസ് ഷോർട്ട് ഫിലിംസ് എല്ലാം ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഈ ലക്ഷ്മി നക്ഷത്രമായിട്ടുള്ള വീഡിയോസ് ഒന്നും ഇപ്പൊ നിലവിലൊന്നും ഇറങ്ങിയിട്ടില്ല. അവരായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്താ കാര്യങ്ങളൊന്നും നമുക്ക് അറിയത്തില്ല. ഇപ്പൊ ഇത് വീണ്ടും ഈ ലക്ഷ്മി നക്ഷത്രയുടെ പേര് പൊങ്ങി വരാൻ കാര്യം എന്ന് പറഞ്ഞാൽ അവർ ഏതോ ഒരു ചടങ്ങിൽ അതില് ഈ ഒരു ഇപ്പൊ വീഡിയോസ് വരാത്തത് എനിക്ക് തോന്നുന്നു കുറെ വീഡിയോസ് വന്നപ്പോ ആകെ മൊത്തത്തിൽ എല്ലാവരും കണ്ടന്റിന് വേണ്ടി ചെയ്യുന്നു, ഇനിയെങ്കിലും സുധിചേട്ടനെ വിട്ട് ജീവിക്കാതെ എന്നുള്ള രീതിയിലൊക്കെ എല്ലാരും പറഞ്ഞ സമയത്ത് ഇവരൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് ഈ ലക്ഷ്മി നക്ഷത്രം വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ അവരുടെ വീഡിയോസ് എടുത്ത് ചെയ്യുന്നതിൽ കുറെ അതായത് അവര് ഈ വീഡിയോസ് എടുത്ത് ചെയ്യുന്നതിൽ കുറെ ന്യായീകരിച്ചും, എന്നാൽ അതുകൊണ്ട് ബാക്കിയുള്ള ഈ റിയാക്ഷൻകാരാണല്ലോ കൂടുതലും പറയുന്നത്. അപ്പൊ അവര് ഇതെടുത്ത് വിറ്റനല്ലേ അവരും ജീവിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ടും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ന്യായീകരിച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോസ് ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ഇത് കഴിഞ്ഞിട്ടാണ് ഉണ്ടാവാതിരുന്നത്. അതായത് ഭയങ്കരമായ വിവാദമായതിനു ശേഷമാണ് അങ്ങനത്തുള്ള വീഡിയോസ് വരാതിരുന്നത്. അതായത് അവര് ഈ ലക്ഷ്മി നക്ഷത്ര ഈയിടയ്ക്ക് ഒരു ചടങ്ങിൽ പങ്കെടുത്തപ്പോൾ അവരുടെ അടുത്ത് ഓൺലൈൻ മീഡിയക്കാര് പോകുന്ന വഴിക്ക് ചോദിച്ചിരുന്നു, ഇപ്പം രേണുസുധി ആയിട്ടുള്ള വീഡിയോസ് ഒന്നും ഇല്ലേ, അപ്പം ഇപ്പൊ രേണുസുധി ഇടുന്ന കണ്ടന്റിനെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ അവർ തിരിച്ച് മറുപടി പെട്ടെന്ന് കൊടുത്തത്, അത് അവരുടെ ലൈഫ് അവരുടെ ചോയ്സ്, അവരെ വെച്ച് നിങ്ങൾ എന്തിനാ കണ്ടന്റ് ഉണ്ടാക്കുന്നത്, ലൈഫ് വെച്ച് എന്തിനാ കണ്ടന്റ് ഉണ്ടാക്കുന്നത് എന്ന രീതിയിൽ തിരിച്ചൊരു കളിയാക്കുന്ന രീതിയിലും പരിഹാസ രൂപേണ അവർ സംസാരിച്ചു. ഇപ്പൊ അത് മാത്രമല്ല അതിന്റെ കൂടെ ചോദിക്കുകയും ചെയ്തു, നിങ്ങൾ ഏത് യൂട്യൂബ് ചാനൽ, ഒരുമാതിരി ഭയങ്കര പരിഹാസമായിട്ട് കുറെ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും കേട്ടോ. അങ്ങനത്തെ അവര് ചോദിച്ചതൊക്കെ ഇപ്പം നെറ്റിൽ മൊത്തം വൈറലായിട്ട് കിടപ്പുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇവരുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഇവർ മുമ്പ് ഇട്ട വീഡിയോസും അതായത് ഭയങ്കരമായിട്ട് റിയലിസ്റ്റിക് ആയിട്ട് തോന്നാത്ത രീതി, അത് ഭയങ്കര എഡിറ്റിംഗാ. നിങ്ങൾ ആ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരിക്കും എല്ലാവരും.
ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കരമായിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമം വരുന്ന രീതിയിലും പിന്നെ 2-3 ക്യാമറ ആംഗിളുകളും. അതായത് ഇവർ വീട്ടിലോട്ട് കയറുന്നത് അത് നിങ്ങൾ ഒരു വീട്ടിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇവർ വീട്ടിലോട്ട് കയറുമ്പം കൊല്ലം സുധിയുടെ കുഞ്ഞ് അകത്തു നിന്നും വെളിയിലോട്ട് വരുന്നു. അപ്പൊ ഇവര് ആ മോളെ എന്നിങ്ങനെ പറഞ്ഞു വരുന്നത്, അത് ക്യാമറമാൻ അകത്തുനിന്ന് ഒരു ആംഗിൾ എടുക്കുന്നുണ്ട്, പുറത്തുനിന്ന് ആംഗിൾ എടുക്കുന്നുണ്ട്, സൈഡിൽ നിന്ന് ഒരു ആംഗിൾ എടുക്കുന്നുണ്ട്. ഇതെല്ലാം നിന്നിട്ട് ആ കൊച്ചു അകത്തുനിന്ന് വരുന്നതും ഇതെല്ലാം ഭയങ്കരമായിട്ട് ഒരു സിനിമാറ്റിക് രീതിയിലൊക്കെ എടുത്തേക്കുന്നത്. അപ്പൊ കാണുന്ന ഏതൊരു പ്രേക്ഷകനായാലും അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അവരത് പ്രതികരിക്കും. അങ്ങനെ കുറെ പ്രതികരിച്ചിരുന്നു. ആ സമയം കുറെ വിവാദമായിരുന്നു. ഏതാണ്ട് ഒരു 8-10 വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാത്തിനും മില്യൺ വ്യൂസാണ് പോയേക്കുന്നത്. ഇഷ്ടംപോലെ വ്യൂസും അതിൽ കയറിയിട്ടുണ്ട്, പ്രൊമോഷൻ കയറിയിട്ടുണ്ട്. അങ്ങനെ അത് അന്ന് നമ്മളിത് പറഞ്ഞപ്പോൾ ഇതേ ഡയലോഗ് നമ്മളത് ചോദിച്ചപ്പോൾ അവർ തിരിച്ചു തന്ന മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് പലരിലേക്ക് ഇത് എത്തിക്കുകയാണ്, അവരെ ഹെൽപ്പ് ചെയ്യാണ്, അല്ലാതെ വേറെ ഉദ്ദേശമൊന്നും ഇല്ല, ഞാൻ അവരുടെ ഫാമിലി ഇത് കണ്ടന്റ് ആക്കുന്നില്ല എന്നൊക്കെയുള്ള ഡയലോഗുകളായിരുന്നു. ഇതേ ഇവര് തന്നെയാണ് ഇന്ന് ഒരു ഉളുപ്പില്ലാതെ ഈ ഓൺലൈൻ മീഡിയക്കാരുടെ അടുത്ത് തിരിച്ച് ഇങ്ങനെ ഒരു സംസാരം വന്നേക്കുന്നത്. അവർ ചിലപ്പോൾ പഴയ കാര്യമൊന്നും ഓർക്കാതെയായിരിക്കും അവർ സംസാരിക്കുന്നത്. എന്തായാലും വളരെ കോമഡി ആയിരുന്നു. സ്വാഭാവികമായിട്ട് ഒരാളെ ചോദിക്കും. കാരണം ഇത്രയും അടുപ്പത്തിൽ നിൽക്കുന്ന ലക്ഷ്മി നക്ഷത്രം അവരുടെ എല്ലാ കാര്യത്തിലും പോണു, എല്ലാ കാര്യത്തിലും ഭയങ്കര ഇതായിട്ട് നിൽക്കുന്നു. ഇങ്ങനെയുള്ള ഒരാളെ കാണുമ്പോൾ ഓൾറെഡി എല്ലാവരുടെ മനസ്സിലുള്ള കാര്യമാണ് ഇതിലിപ്പോ ലക്ഷ്മി നക്ഷത്രക്ക് എന്തായിരിക്കും ഇതിലുള്ള ഒരു അഭിപ്രായം. കാരണം കുറെ പേര് അഭിപ്രായങ്ങൾ പറഞ്ഞു വരുന്നുണ്ടല്ലോ. അപ്പം ഈ ഫ്ലവേഴ്സിൽ തന്നെയുള്ള വേറെ ആരൊക്കെയോ വന്നിട്ടുണ്ടായിരുന്നു അല്ലെ, അവരുടെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ട് ഏതോ കോ ആക്ടേഴ്സ് എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ ഇന്റർവ്യൂവിൽ ഇതൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അവർക്കും ഒട്ടും താല്പര്യമൊന്നും ഇല്ല ഇങ്ങനെയൊക്കെ വീഡിയോ ലക്ഷ്മി നക്ഷത്രം എടുക്കുന്നത്. കാര്യം അവർക്ക് ഒട്ടും താല്പര്യമല്ല. സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലാവും. ആളുകൾ പറയുന്നത് അതിൽ കാരണമുണ്ട്, അങ്ങനെ കാണിച്ചിട്ട് തന്നെയാണ് പറയുന്നത്. ലക്ഷ്മി നക്ഷത്രയുടെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ, ഈ രേണു സുധിയുടെ കാര്യത്തിലാണെങ്കിലും കുറെ പേര് പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഓൾറെഡി നമുക്കായാൽ തന്നെ നമ്മുടെ മനസ്സിലുണ്ട് എന്താണ് അപ്പൊ ഇതിൽ ലക്ഷ്മി നക്ഷത്രക്ക് പറയാനുള്ളത് എന്നുള്ളത് നമുക്കുണ്ട്. പിന്നെ എല്ലാവർക്കും അറിയാം ഒരിക്കലും വിട്ടുകൊടുക്കൂല, എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ടൊക്കെ പോവുള്ളൂ. പക്ഷെ എന്ന് കരുതി വിട്ടുകൊടുക്കണ്ട. അവരിപ്പം അവരുടെ മനസ്സിലുള്ളതോ ഇല്ലെങ്കിൽ പറയാതിരിക്കാൻ എന്താണെങ്കിലും ചെയ്തോട്ടെ. പക്ഷെ ഇവരൊരു യൂട്യൂബിൽ ഒരു സംഭവം ഇട്ടിട്ട് അവരത് കണ്ടന്റ് ആക്കി അവര് ജീവിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ഒന്ന് ചോദിച്ചു വരുമ്പോൾ നിങ്ങളെ യൂട്യൂബേഴ്സ് ഭയങ്കര കണ്ടന്റ് മേക്കർ ആണ്, നിങ്ങൾ അങ്ങനെയാണ് ഒരാളുടെ ലൈഫിൽ കയറി ഇടപെടേണ്ടെന്ന് പറയുമ്പോൾ ലേശം ഒരു ഉൾപ്പ് തോന്നിക്കുക, കുറച്ചെങ്കിലും ഒരു അല്ലേ. ഇപ്പൊ റിയാക്ഷൻ ചാനലുകാർ അവർ ഓരോ കണ്ടന്റ് എടുത്ത് അവരുടെ അഭിപ്രായങ്ങളാണ് പറയുന്നത്. എനിക്ക് എല്ലാ റിയാക്ഷൻ ചാനലിനോട് ഇപ്പം സീക്രട്ട് ഏജന്റിന്റെ കാര്യമാണെങ്കിലും പുള്ളിക്കാരൻ്റെ എല്ലാ നിലപാടിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത കാര്യങ്ങളാണ്. പക്ഷെ ചെയ്യുന്ന വീഡിയോസ് മാന്യമായിട്ടുള്ള റിയാക്ഷൻ ആളുടെ അഭിപ്രായം പറയുന്നത് അത് നമ്മൾ റെസ്പെക്റ്റും ചെയ്യുന്നുണ്ട്. ആൾക്ക് തോന്നിയ അഭിപ്രായം പറയുന്നത് അത് ആളുടെ അഭിപ്രായങ്ങളാണ്, ആളുടെ ഒപ്പീനിയനാണ്. അപ്പൊ നമുക്കത് എന്തായാലും മര്യാദയ്ക്ക് അതായത് ഒരു സോഷ്യൽ മീഡിയയിൽ വന്ന് സംസാരിക്കേണ്ട രീതിയിലാണ് ആള് സംസാരിക്കുന്നത്. പിന്നെ ചില റിയാക്ഷൻ ചാനലുകാരേ ഉള്ളൂ അവര് ഒത്തിരി വൾഗറായിട്ടും വളരെ മോശമായിട്ടും ആ രീതിയിലുള്ള സംസാരിക്കുന്നതെന്ന് പറഞ്ഞാൽ. അതായത് ഇപ്പൊ ലക്ഷ്മി നക്ഷത്രം എങ്ങനെ നെഗറ്റീവ് ഒരു റീച്ച് കിട്ടി ഒരു വ്യൂസ് നേറാം എന്നുള്ളത് ആദ്യമേ കാണിച്ചു തന്നു. അതിന്റെ ഫോളോ ചെയ്തായിരിക്കും ചിലപ്പോൾ ഈ രേണു സുധി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്കത് ആ ഒരു ഇമ്പാക്ട് വന്നുകൊണ്ടായിരിക്കും, മൈൻഡിൽ ആ ഒരു ഇമ്പാക്ട് വന്നുകൊണ്ടായിരിക്കും ഇപ്പൊ അവരത് ഫോളോ ചെയ്യുന്നത്. മാക്സിമം നെഗറ്റീവ് റീച്ചാണ് ഏറ്റവും പെട്ടെന്ന് ആൾക്കാരിലേക്ക് എത്തുന്നത്. അതേപോലെ തന്നെയാണ് ഇപ്പൊ മിക്ക റിയാക്ഷൻ ചാനലുകാരും ചെയ്യുന്നത്. അവർ കൂടുതൽ തെറി വിളിക്കുകയും കൂടുതൽ മോശമായിട്ട് സംസാരിക്കുകയും നീട്ടി സംസാരിക്കുകയും ഒരു റെസ്പെക്റ്റും ഇല്ലാതെ ഒപ്പീനിയൻ പറയാം. മറ്റൊരാളെ വെറും റെസ്പെക്റ്റ് ഇല്ലാത്ത രീതിയിൽ ഒരാളുടെ ചെയ്തികളെ നമുക്ക് സംസാരിക്കേണ്ട കാര്യമില്ല. അവരുടെ രീതികളിൽ അവർക്ക് ഫ്രീഡം ഉണ്ടെങ്കിൽ തന്നെ മറ്റൊരാളെ കുറിച്ച് പറയുമ്പോഴത്തേക്കും കുറച്ചൊക്കെ റെസ്പെക്റ്റോടെയാണ് സോഷ്യൽ മീഡിയയിലൂടെ സംസാരിക്കേണ്ടത്. അപ്പൊ അത് മിക്ക റിയാക്ഷൻ ചാനലുകാരും ഇപ്പൊ ചെയ്യാറില്ല. അവരും നെഗറ്റീവ് റീച്ച് അതായത് ആളുകളിലേക്ക് എത്തിക്കാൻ ഒരു ഭാഗമെങ്കിലും അവരും കടമെടുത്തിട്ടാണ് ഇവർ റിയാക്ഷൻ ചാനൽ ചെയ്യുന്നത് തന്നെ. അതുകൊണ്ടാണ് മിക്ക റിയാക്ഷൻ ചാനൽ ഇപ്പൊ വരുന്ന റിയാക്ഷൻ ചാനലെല്ലാം ഏതാണ്ട് അത് ഫോളോ അപ്പ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു അതാണെന്ന് തോന്നുന്നു. ഇച്ചിരി മോശമായിട്ടും സഭ്യമല്ലാത്ത രീതിയിലും സോഷ്യൽ മീഡിയയിലൂടെ സംസാരിച്ച് തെറി വിളിച്ചൊക്കെയാണ് ഇപ്പൊ റിയാക്ഷൻ ചാനലുകാർ. അവരൊക്കെയാണ് ഇപ്പൊ കയറി വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് റീച്ചിന് അത്രയ്ക്ക് പബ്ലിസിറ്റി ഉണ്ട്, അല്ലെങ്കിൽ അത്രയും വാല്യൂ ഉണ്ട്. അതായത് വാല്യൂ എന്ന് ഉദ്ദേശിച്ചാൽ ഞാൻ അങ്ങനെയല്ല, അത്രയും റീച്ച് എത്തുന്നുണ്ട് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം അത് തന്നെയാണ് ഇപ്പം ഈ രേണു സുധി ആണെങ്കിലും ലക്ഷ്മി നക്ഷത്രം മുമ്പ് ചെയ്തതും ഇതൊക്കെ തന്നെയായിരുന്നു. അപ്പൊ അത് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സംസാരമൊക്കെ കേൾക്കുന്നവർക്ക് വളരെ കോമഡി ആയിട്ട് തോന്നത്തുള്ളൂ.
അല്ല അത്ര വില കിട്ടത്തുള്ളൂ. ചോദിച്ച ആള് വളരെ മാന്യമായിട്ടാണ് ചോദിച്ചത് എന്താണ് ഈ അഭിപ്രായം എന്ന്. അപ്പോ ഏത് യൂട്യൂബ് ചാനലാണ് ഭയങ്കര കണ്ടന്റ് ഉണ്ടാക്കാൻ നോക്കുന്നുണ്ടോ എന്നൊക്കെ പറയുമ്പോ എന്താണ് ഇത്, ഇവരെന്താണ് ഈ ചെയ്തു വെച്ചിട്ട് ഇവരെന്താണ് ഈ ചോദിക്കുന്നത്, അല്ലെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യണം. അത് മറന്നുപോയി തോന്നുന്നു ആൾക്കാർ. മറക്കാൻ എന്താണ്. അല്ല ഞാൻ ചോദിക്കുന്നത് മറക്കാൻ വഴിയൊന്നുമില്ല, ഇത്രയും വ്യൂസും കാശും വാങ്ങിയത്. വീഡിയോസ് ചെയ്തിട്ട് അത് വിവാദത്തിലേക്ക് പോയത് തന്നെ നിങ്ങൾ ഈ സുധിചേട്ടനെ വെച്ചിട്ട് മരിച്ചുപോയ ഒരാളെ വെച്ചിട്ട് കണ്ടന്റ് ഉണ്ടാക്കി വിറ്റ് തിന്നുന്നു എന്നുള്ള രീതിയിൽ വളരെ ഹാർഷ് ആയിട്ടുള്ള കമന്റ്സ് പോയി. അതിന് പിന്നെ വന്നൊരു എക്സ്പ്ലനേഷൻ കൊടുത്ത ആളാണ് ഒട്ടുമില്ല ബുദ്ധിയില്ല അല്ലെങ്കിൽ അതേ മറന്നേ പോയെന്നുള്ള രീതിയിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പൊ അത് മറന്നു പോയതൊന്നുമല്ല, കാരണം ഈ ഒരു രീതിയിൽ പോയതിന് കുറെ നെഗറ്റീവ് കേട്ട ഒരാളാണല്ലോ. അപ്പം എന്താ പറയാ, എന്തു ഇതിനൊക്കെ പറയേണ്ടത്. അതെ, ഒരു ബോധമില്ലാത്തൊന്നും ആളുകളൊന്നും അല്ലേ ഇവരൊന്നും. അവര് ഓരോന്നൊക്കെ ചെയ്തു കൂട്ടും, പിന്നീട് എന്തെങ്കിലും കാര്യം വരുമ്പോ അവര് വലിയ ഡയലോഗ് അടിക്കും. അതാണ് കുഴപ്പം. എന്തായാലും ഇത് കേൾക്കുമ്പോൾ കാണുന്നവർക്കല്ല അത് വളരെ കോമാളിത്തരമായിട്ടേ തോന്നിയിട്ടുള്ളൂ. അത്രയ്ക്ക് വില കൊടുക്കാനേ തോന്നത്തുള്ളൂ. ഇങ്ങനെയുള്ള യൂട്യൂബ് ചാനലുകാരൊക്കെ സപ്പോർട്ട് ചെയ്യുക, നിങ്ങൾ നല്ല വാല്യൂ ഉള്ള യൂട്യൂബേഴ്സിനെയും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെയും സപ്പോർട്ട് ചെയ്യുക എന്നേ എനിക്ക് പറയാനുള്ളത്. അല്ലാതെ ഇപ്പം നെഗറ്റീവ് റീച്ച് വേണം എന്ന രീതിയിൽ ഫോളോ അപ്പ് ചെയ്യുന്ന ആൾക്കാർ, അതായത് അങ്ങനെ പോകുന്ന റിയാക്ഷൻ ചാനലാണെങ്കിൽ തന്നെയും അല്ലെങ്കിൽ അങ്ങനെ പോകുന്ന യൂട്യൂബേഴ്സ് ആണെങ്കിൽ തന്നെയും നിങ്ങൾ അതിനെ ഫോളോ അപ്പ് ചെയ്ത ആ നെഗറ്റിവിറ്റി നിങ്ങളിലോട്ട് കൂടെ എത്തത്തുള്ളൂ. മാക്സിമം അങ്ങനെയുള്ള യൂട്യൂബേഴ്സിനെയും കണ്ടന്റ് മേക്കേഴ്സിനെയും വിടുക. നല്ല പോസിറ്റിവിറ്റി തരുന്നതും നല്ല കണ്ടന്റ്സ് തരുന്ന ഇഷ്ടംപോലെ യൂട്യൂബേഴ്സ് ഉണ്ട്. അവർ വർഷങ്ങളായിട്ട് സ്ട്രഗിൾ ചെയ്ത് തന്നെയാണ് അവർ കണ്ടന്റ് ചെയ്യുന്നത്. അവർ ഇന്നേ വരെ ഒരു നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കണ്ടന്റ്സോ എടുക്കാറില്ല. അപ്പം നിങ്ങൾ അങ്ങനെയുള്ളവർ ഫോളോ ചെയ്യുക, എനിക്കതേ പറയാനുള്ളൂ. അല്ല, ഇങ്ങനെയുള്ളവരൊക്കെ മാക്സിമം ലൈഫിൽ നിന്ന് ഒഴിവാക്കിയാൽ നിങ്ങളുടെ ലൈഫും നല്ല പോസിറ്റീവ് ആവത്തേ ഉള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ളവരെയൊക്കെ ശ്രദ്ധിച്ച് കൊണ്ടുവരിക, ഫോളോ അപ്പ് ചെയ്യുക. അപ്പം ഇതിനെപ്പറ്റി, ഈ ഒരു കണ്ടന്റിനെ പറ്റി നമുക്ക് ഇത്രേ പറയാനുള്ളൂ. പ്രത്യേകിച്ചൊന്നും പറയാനൊന്നും ഇല്ല ഇതിനെ പറ്റിയേക്കുന്നു. അപ്പോൾ ഇതേപോലുള്ള വീഡിയോസ് ആയിട്ട് ഇനി വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.